നമ്മൾ സാധാരണക്കാർക്ക് നിയമം എപ്പോഴും വളരെ വേഗത്തിൽ നടപ്പിലാകും. അത് പോസിറ്റീവ് കാര്യത്തിലല്ല, നെഗറ്റീവ് കാര്യങ്ങളിൽ. ചെറിയ തെറ്റ് ചെയ്താൽ പോലും പോലീസ് വീട്ടിലെത്തും, കേസാക്കും, ശിക്ഷ കിട്ടും. എന്നാൽ ഇത് കോടികളുടെ അഴിമതി നടത്തുന്ന വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വമ്പന്മാരുടെ കാര്യത്തിലാകുമ്പോൾ കഥ മാറും. കേസുകൾ വർഷങ്ങളോളം ഫയലുകളിൽ കിടന്ന് നശിക്കും, അന്വേഷണം ഇഴഞ്ഞു നീങ്ങും, ഒടുവിൽ ജനങ്ങൾ അത് മറക്കും. അത്തരമൊരു വലിയ സംഭവത്തിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് വളരെ കടുത്ത സുപ്രധാനമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്തുള്ള കേരളം ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് തന്നെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കേസ് എങ്ങുമെത്താതെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് A. ബദറുദ്ദീൻ വളരെ കർശനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 3 ആഴ്ചയ്ക്കകം, അതായത് വെറും 21 ദിവസത്തിനകം ഈ കേസിലെ അന്വേഷണം പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റും, ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്? ഇതിനു പിന്നിൽ ഒരു യൂണിയൻ സെക്രട്ടറിയുടെ ജീവൻ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഇതിലെ രാഷ്ട്രീയ കളികൾ എന്തൊക്കെയാണ്? നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ആദ്യം ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് തന്നെ പോകാം. എന്താണ് ഈ മൈക്രോ ഫിനാൻസ്? സാധാരണക്കാരായ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവരുടെ കുടുംബം പുലർത്താനും വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. വലിയ പലിശക്കാരുടെ കൈകളിൽപ്പെട്ട് ജനങ്ങൾ തകരാതിരിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച ഒരു നല്ല കാര്യം. കേരള സ്റ്റേറ്റ് സഹകരണ ബാങ്ക്, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ എന്നിവർ ചേർന്ന് വളരെ കുറഞ്ഞ പലിശയ്ക്കാണ് പണം അനുവദിക്കുന്നത്. അതായത് ഏകദേശം 2% അല്ലെങ്കിൽ 3% പോലെയുള്ള വളരെ കുറഞ്ഞ പലിശയ്ക്ക് ബാങ്കുകൾ പണം നൽകും. ഈ പണം താഴെ തട്ടിലുള്ള സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഒരു ഏജൻസി വേണമായിരുന്നു. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ അംഗങ്ങളുള്ള SNDP യോഗത്തെ ഇതിൻ്റെ വിതരണക്കാരായി തിരഞ്ഞെടുക്കുന്നത്. SNDP യോഗം വഴി വിവിധ ശാഖകളിലെ സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് ഈ പണം ചെറിയ പലിശയ്ക്ക് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. പാവപ്പെട്ടവർക്ക് വലിയൊരു ആശ്വാസമാകേണ്ട പദ്ധതിയായിരുന്നു ഇത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതി വലിയൊരു തട്ടിപ്പായി മാറി. ബാങ്കുകളിൽ നിന്ന് SNDP യോഗത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് ലോണായി കൈപ്പറ്റിയത്. എന്നാൽ ആരോപണം എന്തെന്നാൽ ഈ പണം യഥാർത്ഥത്തിൽ അർഹരായ പാവപ്പെട്ട സ്ത്രീകളിലേക്കോ വിവിധ ജില്ലകളിലെ സാധാരണക്കാരായ യൂണിറ്റുകളിലേക്കോ എത്തിയിട്ടില്ല എന്നതാണ്. പകരം SNDP യോഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന പ്രമുഖരായ ഭാരവാഹികൾ ഈ കോടിക്കണക്കിന് രൂപ വ്യാജരേഖകളും വ്യാജ ഗ്രൂപ്പുകളും ഉണ്ടാക്കി തട്ടിയെടുത്തു എന്നാണ് പ്രധാന പരാതി. മാത്രമല്ല, ചിലയിടങ്ങളിൽ പണം നൽകിയത് തന്നെ ഉയർന്ന പലിശയ്ക്കാണ് എന്നും ആരോപണമുയർന്നു. അതായത് സർക്കാരിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണമെടുത്ത് സാധാരണക്കാരിൽ നിന്ന് ഉയർന്ന പലിശ ഈടാക്കുക, അല്ലെങ്കിൽ പണം പൂർണ്ണമായും മുക്കുക. ഈ വലിയ അഴിമതി ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നതും ഇതിനെതിരെ നിയമപോരാട്ടം നടത്തുന്നതും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലോടെയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ കേസ് ഏറ്റെടുത്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി ഏകദേശം 27ഓളം കേസുകളാണ് വിജിലൻസ് ഈ ഒരൊറ്റ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്തത്. ആലോചിച്ച് നോക്കൂ, ഒരു സംഘടനയുടെ പേരിൽ 27 വിജിലൻസ് കേസുകൾ. ഇനിയും കൃത്യമായി അന്വേഷിച്ചാൽ 100 കണക്കിന് കേസുകൾ എടുക്കാനുള്ള വക ഇതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ കേസിന് പിന്നിൽ വലിയൊരു മനുഷ്യജീവന്റെ കണ്ണീരുണ്ട്. അത് നമ്മൾ നിർബന്ധമായും ഓർക്കണം. കണിശുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറിയും വെള്ളാപ്പള്ളി നടേശന്റെ വളരെ അടുത്ത അനുയായിയുമായിരുന്ന KK മഹേഷ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ തട്ടിപ്പുകൾ അതിരുവിട്ടപ്പോൾ ഒടുവിൽ കേസ് മഹേഷ് ഉൾപ്പെടെയുള്ള താഴെ തട്ടിലുള്ളവരുടെ തലയിൽ വരാൻ തുടങ്ങി. വലിയ സ്രാവുകൾ രക്ഷപ്പെടുകയും താൻ ചതിക്കപ്പെടുകയും ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ മഹേഷ് 2020 ജൂൺ മാസത്തിൽ ആത്മഹത്യ ചെയ്തു. പക്ഷേ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം വെറുതെ പോവുകയല്ല ചെയ്തത്. 32 പേജുള്ള വളരെ കൃത്യമായ ഒരു ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിരുന്നു. ഈ തട്ടിപ്പ് എങ്ങനെയൊക്കെയാണ് നടന്നത്?
ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണ്? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രസിഡന്റ് ഡോക്ടർ NR സോമനും ഇതിൽ എന്ത് പങ്കാണ് ഉള്ളത് എന്ന് വളരെ കൃത്യമായി ആ കത്തിൽ അദ്ദേഹം വിവരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷാദേവി ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് വന്നു. പക്ഷേ കഷ്ടമെന്ന് തന്നെ പറയാം, ഇത്രയും വലിയൊരു തെളിവ് ലഭിച്ചിട്ടും നമ്മുടെ പോലീസ് സംവിധാനം ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല. മഹേഷ് മരിച്ചിട്ട് ഇപ്പോൾ 6 വർഷത്തോളമാകുന്നു. ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് ഈ 27 വിജിലൻസ് കേസുകളിൽ ഒരു പുരോഗതിയും ഉണ്ടാകാതിരുന്നത്? അവിടെയാണ് രാഷ്ട്രീയ സ്വാധീനം വരുന്നത്. മാരാരിക്കുളം സ്വദേശിയായ MS അനിൽ എന്ന വ്യക്തിയാണ് ഈ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഫയലുകൾ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചു. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കണ്ടിട്ടുള്ളതാണ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രമുഖ നേതാക്കളുമായി വെള്ളാപ്പള്ളി നടേശനുള്ള അടുത്ത ബന്ധം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ ഒന്നിച്ച് യാത്ര ചെയ്തതൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സാധാരണയായി ഒരു വിജിലൻസ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ സൗഹൃദങ്ങൾ കേസ് അട്ടിമറിക്കാൻ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീന്റെ നിരീക്ഷണങ്ങളും ആ സംശയങ്ങളെ ശരിവെക്കുന്നതാണ്. കേസ് ബോധപൂർവം വലിച്ചു നീട്ടുകയാണെന്ന് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. പല ജില്ലകളിലും ചെറിയ ചെറിയ ഭാരവാഹികളെ മാത്രം പ്രതികളാക്കി വലിയ സ്രാവുകളെ സംരക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. എന്നാൽ ഇനി കോടതിക്ക് മുന്നിൽ ഈ കളി നടക്കില്ല. ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഡയറക്ഷൻ വളരെ വ്യക്തമാണ്. 3 ആഴ്ചക്കകം ഫൈനൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കണം. കാലതാമസം വരുത്തുന്ന ഉദ്യോഗസ്ഥരെ ഉടൻ മാറ്റും. അവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണവും ഉണ്ടാകും. പാവപ്പെട്ട ജനങ്ങളുടെ പണം തട്ടിയെടുത്തവർ എത്ര വലിയ കൊമ്പനായാലും അവർ നിയമത്തിന് മുന്നിൽ വരണം. നിയമവ്യവസ്ഥയിലുള്ള സാധാരണക്കാരന്റെ വിശ്വാസം നിലനിർത്താൻ ഇത്തരം ശക്തമായ കോടതി ഇടപെടലുകൾ അത്യാവശ്യമാണ്. ഈ കേസിന്റെ വരും ദിവസങ്ങളിലെ പുരോഗതി നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കേസുകൾ അട്ടിമറിക്കപ്പെടുന്നതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.